ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ് ജംഷീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക്, അതേപോലെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവർക്ക്, യൂട്യൂബിൽ പുതിയ ചാനൽ തുടങ്ങിയവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ കേട്ടോ. ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ തന്നെ റീൽസ് ഇടാത്തവരാരും ഉണ്ടാവില്ല, അതേപോലെ ഇൻസ്റ്റഗ്രാം റീൽസ് ഇടാത്തവരാരും ഉണ്ടാവില്ല. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് ഷോർട്സ് വീഡിയോസ്, അതേപോലെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇടണമെങ്കിൽ നമുക്കൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. പക്ഷേ വീഡിയോ എഡിറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പല ആൾക്കാരുണ്ട്. പക്ഷെ അതിനൊക്കെ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോസ് റീൽസ് ഇടുന്നവർക്കാണെങ്കിലോ അതെ വീഡിയോസ് ഇടുന്നവർക്കാണെങ്കിലും തന്നെ പെട്ടെന്ന് തന്നെ ഒരു ടെൻഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഇത് അധികമായിട്ട് ഉപകാരപ്പെടുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലെ ഫേസ്ബുക്കിൽ, പിന്നെ യൂട്യൂബിലൊക്കെ റീൽസ് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് മൊബൈൽ തന്നെ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഫഷണൽ ലുക്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ അതേപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്നാൽ മാത്രമേ ഈ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യമൊക്കെ മൊത്തം അങ്ങനെയൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് പെറ്റൽ ക്ലിപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അതുപോലെ ആപ്പ് സ്റ്റോറിലൊക്കെ ലഭ്യമാണ്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുക. അതിൽ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത ഒരുപാട് ഡ്രാഫ്റ്റ് വീഡിയോസ് കാണാം. ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ നേരെ നമ്മുടെ ഗാലറിയിലേക്ക് ഓപ്പൺ ആകുകയും അവിടെ ഏത് വീഡിയോസ് ആണോ നമുക്ക് വേണ്ടത് ആ വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അതേപോലെ 2 വീഡിയോസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 സ്ക്രീനായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എഡിറ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷനായിട്ടും പിന്നെ അതേപോലെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ, അങ്ങനെ 2 സ്ക്രീനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലിങ്ങനെ കാണിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ ഈ 2 വീഡിയോസാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൊടുക്കുന്ന വീഡിയോസ്, റീൽസ് ചെയ്യേണ്ട വീഡിയോസ് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നോർമലായിട്ട് എങ്ങനെയാണ് എഡിറ്റിങ്ങിൻ്റെ ഒരു ബേസിക്കാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോസിൽ നമുക്ക് ആനിമേഷൻ, നമ്മുടെ വീഡിയോസിലെ ആനിമേഷൻ, ഇപ്പോൾ ആനിമേഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആനിമേഷൻ ഉണ്ട്. അതിപ്പോൾ ഒരു ആനിമേഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കാണാം, സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ആനിമേഷനാണ്. അതേപോലെ നമുക്ക് വീഡിയോൻ്റെ സ്പീഡ്, അതേപോലെ സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്കാം. അതേപോലെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മനസ്സിലാവും, ഒരുപാട് ഓപ്ഷനുകൾ ലഭ്യമാണ്. സ്പീഡ് നമുക്ക് കൂട്ടുക, പെട്ടെന്ന് കുറക്കുക, അതുപോലെ ഒരുപാട് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഏകദേശം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതേപോലെ രണ്ടാമത് വീഡിയോയിൽ ആനിമേഷൻ, അതായത് നമ്മുടെ 2 വീഡിയോസാണുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസിറ്റേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരുപാട് ക്ലാസിക്കൽ, ക്യാമറ മൂവ്മെൻറ്റ്, വൈപ്പ്, ഫോൾട്ട് എന്നിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതേപോലെ അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണോ വെച്ചാൽ ഡ്യൂറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാനൊന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൽ മെയിൻ ഗുണം എന്ന് വെച്ചാൽ വാട്ടർമാർക്ക് ഇല്ല കേട്ടോ. ഈ ആപ്ലിക്കേഷൻ വാട്ടർമാർക്ക് ഇല്ല. ഞാൻ ഇപ്പോൾ ഒരു മ്യൂസിക് ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ആ മ്യൂസിക് നമുക്ക് ഏത് സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് വേണ്ടത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് എവിടത്തേക്കാണോ വേണ്ടത് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ വോളിയം റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോൻ്റെ വോളിയം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് മ്യൂസിക് മാത്രമായിരിക്കും ഉണ്ടാവുക, ഒരു നോയ്സ് ഉണ്ടാവാം. ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് നോയ്സുകളൊക്കെ ഉണ്ടായിരിക്കാം. ആ നോയ്സൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഇതേപോലെ. അതുപോലെ വീഡിയോയിൽ നമുക്ക് വീഡിയോയിൽ എഫക്റ്റ്, നമ്മൾ എടുത്ത വീഡിയോന് എഫക്റ്റ് വേണമെങ്കിൽ ഒരുപാട് എഫക്റ്റുകളുണ്ട്. ഡൈനാമിക് എഫക്റ്റ് ഉണ്ട്, ഒരുപാട് എഫക്റ്റുകളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരുപാട് എഫക്റ്റ് ഉണ്ട്. നമ്മുടെ വീഡിയോന് മാച്ചായ എഫക്റ്റ് നമുക്ക് അതും വേണ്ടി സെലക്ട് ചെയ്യാം. ഇതൊക്കെ സ്നോൻ്റെ, അതുപോലെ വാട്ടർ, ഒരുപാട് എഫക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ അതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. നിങ്ങൾ വീഡിയോന് ഏതാണോ മാച്ച് ചെയ്യുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോന് സൂട്ടബിളായ എഫക്റ്റ് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതേപോലെ ഒരുപാട് പിക് ക്വാളിറ്റി, ഫിലിം, പിക് ക്വാളിറ്റി 3, അങ്ങനെ ഒരുപാട് മോഡലുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തത്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു
ഇതേപോലെ നമുക്ക് ഫ്രെയിം ആണെങ്കിൽ ഫ്രെയിം സെലക്ട് ചെയ്യാം. അതൊക്കെ ഗെയിമിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഫ്രെയിമൊക്കെ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എന്താ പറയുക നോർമൽ ലൈറ്റ് എന്നൊരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു പോർഷനായിട്ടാണ് വേണമെങ്കിൽ ചെറിയ പോർഷൻ ചെയ്യാം. അത് ഫുള്ളായിട്ട് വീഡിയോയിൽ വേണമെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോയിൽ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ആ ഫുള്ളായിട്ട് വീഡിയോയിൽ മൊത്തമായിട്ട് ആ എഫക്റ്റ് ഞാൻ ചെയ്ത എഫക്റ്റ് സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വീഡിയോൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കാണാം. ഇപ്പം നമുക്ക് അതേപോലെ മ്യൂസിക്, അതേപോലെ എന്താ പറയുക, നമുക്ക് വോയിസ് ഓവറാണ് കൊടുക്കണമെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാം. അങ്ങനെ ഒരുപാട് എഫക്റ്റ് ഉണ്ട് കേട്ടോ, ഒരുപാട് എഫക്റ്റ് ഉണ്ട്. ഇതൊക്കെ കാണിക്കണമെങ്കിൽ ഒരു എന്താ പറയുക, ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ ജസ്റ്റ് ബേസിക്കായിട്ട് ഞാൻ ഇതൊന്ന് കാണിച്ചു തന്നുള്ളൂ. ഞാൻ വേറൊരു എഫക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണോ വീഡിയോ നന്നായിട്ട് എന്താ പറയുക തോന്നുന്നത് അതേപോലെ ഇങ്ങനെ ചെയ്യാം. അതേപോലെ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് വേണമെങ്കിൽ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ചാനൽ SR സ്റ്റേഷൻ എന്ന ചാനൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആ ടെക്സ്റ്റിന് നമുക്ക് ആനിമേഷൻ, അതേപോലെ എത്ര ഡ്യൂറേഷൻ, ഏത് ടൈമിലാണ് വേണ്ടത്, സ്റ്റൈല്, അതേപോലെ ബബിൾസ്, ഒരുപാട് മോഡൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്. അവിടെ ടെക്സ്റ്റിൻ്റെ കളർ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. ജസ്റ്റ് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുന്നുള്ളൂ. ഇതേപോലെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബോണ്ട് സൈസ്, അതേപോലെ നമുക്ക് ഒരുപാട് മോഡലുണ്ട് കേട്ടോ, ഒരുപാട് മോഡലുണ്ട്. കാണിക്കാൻ പറ്റാത്തത്ര മോഡലിന് ഇപ്പോൾ ഏകദേശം ഒരു മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോയിൽ ഇതേപോലെ ട്രാക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടും വീഡിയോയിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഞാൻ എന്താ പറയുക ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിന് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ എക്സ്പോർട്ട് എന്നുണ്ടാകും. എക്സ്പോർട്ടിൽ പോയിട്ട് നമുക്ക് റെസൊല്യൂഷൻ 480p മുതൽ 4K റെസൊല്യൂഷൻ വരെ നമുക്ക് ചെയ്യാം. അതേപോലെ ഫ്രെയിം റേറ്റ് 30-50 വേണോ, 30 ആണ് നോർമലി എല്ലാവരും ചെയ്യുക, 30 തന്നെ ചെയ്യാം. പിന്നെ റെസൊല്യൂഷൻ നമ്മുടെ ഇഷ്ടത്തിന് 2K, അതിൽ 4K ആണെങ്കിൽ 4K സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക വീഡിയോ നമുക്ക് എക്സ്പേർട്ട് ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്ത വീഡിയോ കേട്ടോ, എഡിറ്റ് ചെയ്ത വീഡിയോസാണ്. നല്ല സ്പീഡാട്ടോ, ഒരുപാട് എന്താ പറയുക വീഡിയോ എക്സ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈമൊന്നും എടുക്കണില്ല. പെട്ടെന്ന് തന്നെ എന്താ പറയുക 2 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതല്ല ഞാൻ ആദ്യം പറഞ്ഞത് റീൽസ് ഇടുന്നവർക്ക് എങ്ങനെയാണ്. അപ്പോൾ റീൽസ് ഇടുന്ന ഇപ്പോൾ ഞാൻ ഒരു 5-6 വീഡിയോസ് ഞാൻ ഒന്നിച്ച് സെലക്ട് ചെയ്തു. സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഗാലറിയിൽ തന്നെ പോയിട്ടാണ് വീഡിയോ സെലക്ട് ചെയ്തു, അതിൽ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നേരെ നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്കാണ് പോകുന്നത്. അതിന് ഏറ്റവും മുകളിലായിട്ട് പിന്നെ എക്സ്പോർട്ട് ഓട്ടോമാറ്റിക്കലി എന്നുണ്ടാവും. അത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സോഫ്റ്റ്വെയർ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരുപാട് മോഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ കുറച്ച് മോഡൽ ചെയ്തത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, ഫുള്ളായിട്ട് കാണാം. ഇതേപോലെ പെട്ടെന്ന് തന്നെ നമ്മൾ 5-6 വീഡിയോസ് നമ്മൾ ചെറിയ ഷോർട്ടായിട്ട് എടുത്ത വീഡിയോസ് 16 സെക്കൻഡ്, അതായത് റീൽസ് അതിലെ ഷോർട്സിനൊക്കെ 16 സെക്കൻഡ് 20 സെക്കൻഡ് താഴെയുള്ള വീഡിയോസാണ് ചെയ്യാറ്. അപ്പോൾ അതേപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് മോഡലിൽ ഒരുപാട് പെട്ടെന്ന് ഡിസൈൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് തന്നെ സോഫ്റ്റ്വെയർ ചെയ്തിട്ട് നമുക്ക് തരുന്നതായിരിക്കും. അതിൻ്റേതായ ഒരു മ്യൂസിക്കോ അവരെന്താ പറയുക ആ വീഡിയോന് മാച്ചായ ആ ഡിസൈനിന് മാച്ചായ വീഡിയോസ് അതിൽ ഓഡിയോ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഇതേപോലെ എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പറയുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക മാക്സിമം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.